ഹായ് ഹലോ വെൽക്കം ടു അനുപമാസ് വ്ളോഗ്. അനുപമാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടുകാരും അയൽവക്കക്കാരും എല്ലാവരുടെ ചേർന്ന് ഞങ്ങളൊരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് 10-20 വർഷമായെങ്കിൽ ആദ്യമായിട്ടാണ് നാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളും നമ്മുടെ അയൽവാസികളും ചേർന്ന് ട്രിപ്പ് പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മളതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ട്രാവലറാണ്. സൂപ്പർ വണ്ടിയായിരുന്നു. നല്ല പാട്ടും അടിപൊളി ഡ്രൈവിങ്ങും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്ന് ഫാമിലികളായിരുന്നു കേട്ടോ. ഓരോ ഫാമിലീസ് ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ ട്രിപ്പ് വളരെയധികം സന്തോഷമായി അടിച്ചു പൊളിച്ചു. നമ്മൾ രാവിലെ 5:45 യാത്ര തുടങ്ങി. അപ്പോൾ പൊന്മുടിയായിരുന്നു നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം തിരുവനന്തപുരത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ യാത്രയെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്ര ഇവിടെ നിർത്താൻ പ്ലാനില്ല. നമ്മൾ ഈ ഗ്രൂപ്പ് രൂപീകരിച്ചു. നമ്മൾ മുന്നോട്ട് തന്നെ നല്ല നല്ല യാത്രകളുമായിട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നമ്മുടെ സുജക്കുട്ടിയൊക്കെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്തു കേട്ടോ. നമ്മുടെ സുജയ്ക്ക് ഇത്രയൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത്. എല്ലാവരും ചേർന്ന് നമ്മുടെ സഹോദരങ്ങളും അണ്ണന്മാരും ചേട്ടന്മാരും എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം തകർത്തു എന്ന് വേണം പറയാൻ. അവർക്ക് ഇത്രയും ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ഞങ്ങൾ അതിനോടാണ് മനസ്സിലാക്കിയത്. കാരണം വീട്ടിനകത്ത് ഇരിക്കുമല്ലേ, പുറത്തോട്ടൊന്നും അത് ഈ യാത്രയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കൊരു വൻ അവസരമായിരുന്നു ഇത്. നല്ല രീതിയിൽ ഞങ്ങളതെല്ലാം അവസരങ്ങളെല്ലാം മുതലെടുത്തു. അത്രയ്ക്കും ആനന്ദിച്ചു. അമ്മമാരെല്ലാം വളരെ സന്തോഷമായിരുന്നു. അവർക്ക് കാല് വയ്യാത്തവരും മറ്റുള്ള ബുദ്ധിമുട്ടുള്ളവരെല്ലാം ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ് കേട്ടോ. ഒരുപാട് കാശോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സമയം എല്ലാവർക്കും വേണ്ടി പോകാനൊരു അവസരം നമ്മളെല്ലാവരും ചേർന്ന് ഒരുക്കുകയായിരുന്നു. അപ്പോൾ അതിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള രാജൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ അദ്ദേഹം വളരെയധികം സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തന്നു. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ജിം ട്രെയിനർ കൂടിയാണ് കേട്ടോ. വളരെയധികം ഹാപ്പിയായിട്ട് ഞങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് വന്നു. പച്ചപ്പം പാവയ്ക്ക അരിഞ്ഞപ്പം കോവയ്ക്ക ചട്ടിയിലിട്ടപ്പം കൊത്തൻ ചങ്ങാതിനെ ഞാനവിടെ ചെന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചത് ചാമക്കഞ്ഞി. താനിന്നെ താനിന്നെ തന്നാനെ താനിന്നെ താനിന്നെ തന്നാനെ താനിന്നെ തന്നാനെ താനായി തന്നായി തന്നാന. ചാമക്കഞ്ഞി കുടിച്ചാമോദം കൊണ്ടപ്പോൾ വായി കടഞ്ഞത് കട്ടുറുമ്പൻ തട്ടി കൊട്ടയിലിട്ടപ്പം മുക്കി തെളിഞ്ഞൊരു കുഞ്ഞൻ കോഴി. താനിന്നെ താനിന്നെ തന്നാനെ താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാനെ താനായി തന്നായി തന്നാന. കുഞ്ഞൻ കോഴി പിന്നെ കൂകിത്തിളിഞ്ഞപ്പം കൊല്ലത്തോരൊച്ചയ്ക്ക് മീശ വന്നേ പിന്നെ കായും കുളങ്ങള പറ്റണിക്ക്. താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന താനായി തന്നായി തന്നാന. എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ പറയാം കേട്ടോ. എല്ലാരും ടിവിയിൽ എടുക്കുന്നതായിരിക്കും, സിനിമ വരുന്നതായിരിക്കും. എല്ലാരും സിനിമ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളവിടുന്ന് വന്ന ഒരു യാത്ര നമ്മളെ നിങ്ങൾ വന്നതിനകത്ത് നമ്മൾ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുന്ന അപ്പോൾ ഞങ്ങളങ്ങനെ പൊന്മുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഹെയർ പിൻ വളവളൊക്കെ കയറുന്നൊരു സീനാണ്. ഇനി അങ്ങോട്ട് നല്ല അടിപൊളി പച്ചപ്പാണ്. നിങ്ങൾ എല്ലാവരും പൊന്മുടി പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വളരെയധികം ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ളൊരു യാത്രയില്ലേ. കാരണം ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ളല്ലോ. എന്ത് നല്ല ക്ലൈമറ്റും. പക്ഷേ മഞ്ഞ് വീഴുന്നൊരു സമയം ഇവിടെ ഉണ്ട്. ആ സമയത്ത് വരുവാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പക്ഷേ അന്ന് ഈ കാഴ്ചകളൊന്നും നമുക്കധികം കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കാണാൻ സൂപ്പറായിരുന്നു. ഗുൽമോഹർ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ പൂത്തു നിൽക്കുന്നു, തേയിലത്തോട്ടങ്ങളും ഒക്കെ കൂട്ടത് വല്ലാത്തൊരു മനോഹാരിത. വളരെയധികം ഞങ്ങൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്തു. നമ്മുടെ അമ്മമാരെന്ന് പറയുന്നത് ഇതൊക്കെ ആദ്യമായിട്ടാണ് അവർ വന്ന് കാണുന്നത് കേട്ടോ. അവരൊക്കെ കൊണ്ട്, പക്ഷേ അവർക്ക് ഈ നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാവർക്കും വരാനും ഒന്നും പറ്റിയില്ല. യാത്ര ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും അവർ വന്നിരുന്ന എല്ലാ കാഴ്ചകളും ആസ്വദിച്ചു. ഈ കയറിപ്പോകുന്ന ഹെയർപിൻ വളവളെന്ന് പറഞ്ഞാൽ വളരെ അവിസ്മരണീയമായൊരു യാത്രയാണ്. കാരണം കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം എൻജോയ് ചെയ്തു കേട്ടോ. നമ്മളിത് വേറെ 1-2 സ്ഥലങ്ങളിലൂടെ തിരഞ്ഞെടുത്തിരുന്നു, പക്ഷേ നമുക്ക് അവിടേക്കൊന്നും സമയം കിട്ടിയില്ല. ഇതിന് ശേഷം നമ്മൾ നെയ്യാർ ഡാമും അതുപോലെ ലുലു മാളും അത്യാവശ്യം 1-2 സ്ഥലങ്ങൾ കൂടി സഞ്ചരിക്കാം. കോവളത്തും എല്ലാം പോകാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പൊന്മുടിയായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. രാവിലെ ആ കയറിപ്പോയ സമയത്തുണ്ടായ വൈബെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതുപോലെ നമ്മുടെ പിന്നെ എല്ലാ ചേട്ടന്മാരും നമ്മുടെ സഹോദരങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും നമുക്ക് യാത്രയിൽ ഉണ്ടാക്കിയിട്ടില്ല. വളരെ മനോഹരമായിട്ടായിരുന്നു ഞങ്ങൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്തത്. അല്ല, ഇനി വരണ്ടെന്ന് പറ. കയറിപ്പോ ഇത് അങ്ങോട്ട് പോകും. അല്ലാതെ ഇത് വേറെ വിശേഷമൊന്നുമില്ല ഇവിടെ. അല്ല, അത് ഇവിടെ ഉണ്ട്, നമുക്ക് തോന്നുന്നത് കേട്ടോ. അല്ല, പൊന്മുടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് നെയ്യാർ ഡാമിലേക്കായിരുന്നു. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് കേട്ടോ ഇത് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇടുന്നത്. നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ നമ്മളങ്ങ് ഇട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തങ്ങ് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നെയ്യാർ ഡാമിലേക്കാണ്. അപ്പോൾ അവിടെ വെള്ളം ഡാമിൽ വളരെയധികം കുറവായിരുന്നു. എങ്കിലും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു കൊണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കഷ്ടമാ. എടുത്ത് ചാടി നോക്കുന്നത് എടുത്ത് ചാടി നോക്കും. ഇത്രയും ഹൈറ്റിൽ വെള്ളം കിടക്കുന്ന ആഴം ഉണ്ടെന്ന് ചിന്തിക്കാറിഞ്ഞൂടെ. ഇത് വ്യൂ അതിൻ്റെ മണ്ടേ കയറി ഡാം ഫുള്ള് കാണാം. ആ, അത്രേ ഉള്ളതാണ്. ഇല്ല, ഇവിടുന്ന് നേരെ പോണം. അപ്പോൾ ഞങ്ങൾ നേരെ ഡാമിൻ്റെ ലുക്കൗട്ടിലേക്ക് കയറി. ലുക്കൗട്ടിലോട്ട് കയറി നിന്ന് നമുക്ക് കുറച്ച് ഡാമിൻ്റെ ഫുൾ ഭാഗങ്ങളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മുകളിലൊക്കെ വൃത്തിയാനായിട്ടൊക്കെ കിടക്കുമായിരുന്നെങ്കിലും ഞങ്ങൾ കയറി നിന്ന് ഫുള്ള് സ്ഥലവും വൈബ് ആസ്വദിച്ചു. അപ്പോൾ ഡാം കാണാൻ വളരെ ഭംഗിയാണ്. പക്ഷേ വെള്ളം പൊതുവെ കുറവാണ്. ഇവിടെ നമുക്ക് ലാൻഡ് സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. ലാൻഡ് സഫാരി പാർക്ക് ഇതൊക്കെ ഉണ്ട്. ബോട്ടിങ്ങൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ആ ഡാമിൽ തന്നെയുള്ള ചീങ്കണ്ണി ക്രോക്കോഡൈലിൻ്റെ വളർത്തുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് 25 രൂപ പാസ്സാണ്. നമുക്ക് അവിടെ നിന്നും പോയി ആ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രമൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ കുറച്ച് മുതലകളും അത്യാവശ്യം ഒരു പെരുമ്പാമ്പൊക്കെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പലരും പല ട്രിപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കാരണം പലർക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. അവർ മറ്റു സ്ഥലങ്ങളിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും കയറി വന്ന് അത്യാവശ്യം കാണാൻ പറ്റുന്നവരും കുഞ്ഞുങ്ങളൊക്കെ കയറി വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങിയായിരുന്നു.
ഞങ്ങൾ ഇപ്പം ഇത് ചിങ്കണ്ണ വളർത്തൽ കേന്ദ്രമാണ്. ഇവിടേക്ക് വരാൻ നമുക്ക് 25 രൂപ പാസ്സാണ്. പാസ്സിൽ വന്ന് കണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. വളരെ ഭംഗിയാണ് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് വലിയ ചൂടും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വെയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. നിലവിൽ അത്യാവശ്യം ഒരു പെരുമ്പാമ്പ് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ കൂട്ടിലായിട്ടായിട്ട് കിടപ്പുണ്ട്. അതിനുശേഷം നമുക്ക് താഴേക്ക് പോയാൽ ക്രോക്കഡൈലിനെ കാണാനായിട്ട് സാധിക്കും. കരയിൽ കയറി കിടന്ന് കണ്ടാൽ ഭാഗ്യം നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് വെള്ളം കുറവുണ്ടായതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് വൃത്തിയായിട്ട് സാധിച്ചു. ചില സമയങ്ങളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരതിൽ മുങ്ങിക്കിടക്കത്തേ ഉള്ളൂ. നമ്മുടെ ഭാഗ്യക്കണക്കിരിക്കും വന്നാൽ കാണുന്നതും. പക്ഷേ ഇന്നെന്തായാലും എല്ലാവരും നമുക്ക് കാഴ്ച കാണാനായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഭംഗിയാണ് കേട്ടോ കിടക്കുന്ന കാണാൻ. അവർ ആ ഇതിലിങ്ങനെ വിശ്രമിക്കുകയാണ്. നമുക്ക് വളരെ അടുത്തുനിന്ന് കാണാനായിട്ട് സാധിക്കും. അതും ഒരു നല്ലൊരു കുഞ്ഞുങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുമല്ലോ. കാരണം ക്രോക്കോഡൈൽ എന്താണെന്നും ഒക്കെ അടുത്തറിയാൻ പറ്റുന്നൊരവസരമായിരുന്നു. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു. അപ്പോൾ വരുമ്പോൾ എല്ലാവരും ഇവിടെ കൂടി അത്യാവശ്യമായിട്ട് വരിക. പരമസുഖമായിട്ടില്ല ഇങ്ങനെ തുറങ്ങുമേ. കൈ കിട്ടിയാ പോയി. നമ്മളെ വിളിങ്ങി വിളിങ്ങി നടക്കും. പിന്നെ നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് നേരെ പോയത് നമ്മൾ കോവളം ബീച്ചിലേക്കായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ കോവളം ബീച്ചിലേക്ക് പോയി. എവിടെ കുളിച്ച് തെറി വിളിക്കുവാണ്. ചുമ്മാ ഒന്നും ഇടത്തില്ല. എന്താ മൊബൈലിലെ ചാർജ് തീർന്നു. ഇനി അവിടെ അപ്പോൾ കോവളം ബീച്ചിലൊന്നും അധികമായിട്ട് ആരെയൊന്നും ഇറക്കിയൊന്നും ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവർ 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം സൺസെറ്റും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് കയറി നമ്മൾ ലുലു മാളിലേക്ക് വന്നു. ലുലു മാളിൽ വന്ന് 1 മണിക്കൂറോളം സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ യാത്ര അവിടെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ് ഉണ്ടായത്. തിരിച്ച് പിന്നെ എല്ലാവരും ക്ഷീണിതരായിരുന്നു. അപ്പോൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പോരുന്നു. അപ്പോൾ വളരെ മനോഹരമായ ഞങ്ങളുടെ ഈ കൊച്ചു ട്രിപ്പല്ല, ട്രിപ്പ് വലുതാണ്, പക്ഷേ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സഹായിക്കുക. അപ്പോൾ ഇതിവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.